ചരിത്രത്തിൽ തന്നെ ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനത്തിന് ഇപ്പോൾ NDA പ്രകടനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ NDA കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചിട്ടുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഇത്രയും ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് 200 കടന്ന് 203 എന്നതിലേക്ക് പോയിരിക്കുന്നു. ഇന്ത്യ സഖ്യം 33 എന്നതിൽ ചുരുങ്ങി എന്നുള്ളതാണ്. എനിക്കൊപ്പം TK റീജിത്ത് കൂടിയുണ്ട്. റീജിത്ത്, ഇത് എക്സിറ്റ് പോൾ ഫലങ്ങളാകില്ല. എക്സാക്ട് പോൾ എന്നത് അന്ന് RJDയുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണം വന്നു. അതായത് അവർക്ക് മേൽക്കൈ ഉണ്ടാകുമെന്ന തരത്തിലേക്കായിരുന്നു ആ പ്രതികരണങ്ങൾ വന്നിരുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലമല്ല, ഇപ്പോൾ അതിനേക്കാളൊക്കെ മുന്നോക്കം നിന്നിരിക്കുന്നത് NDA സഖ്യമാണ് എന്നുള്ളിടത്ത് അത് ഒരുപക്ഷെ ഏറ്റവും അവിശ്വസനീയമായ തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം പോയിരിക്കുന്നു എന്നുള്ളത് എന്താണ് അത് നൽകുന്ന സൂചന? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വോട്ടർ അധികാർ യാത്ര, വോട്ട് കൊള്ള, ഇതൊക്കെ എവിടെ പോയി? ഇതൊന്നും ജനങ്ങൾ തിരസ്കരിച്ച് കളഞ്ഞത് എന്തുകൊണ്ട്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ബൽറാം നെടുങ്ങാടിയുണ്ട്. തീർച്ചയായും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മോശം പ്രകടനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് നമ്മൾ പ്രത്യേകമായി ചൂണ്ടിക്കാട്ടേണ്ടതാണ്. ഒരുപക്ഷെ ഒരു തിരിച്ചടി കോൺഗ്രസ് പ്രതീക്ഷിച്ചിരിക്കാം, പക്ഷേ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളത് കോൺഗ്രസ് തന്നെ കണക്ക് കൂട്ടിയിട്ടില്ല. കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് 3 സീറ്റ് എന്നൊക്കെ പറയുന്നത്, അതെ, നേരത്തെ അവർ 4 സീറ്റ് എന്ന അക്കത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് മഹാസഖ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതെന്ന് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ നയിച്ച മഹാറാലി, അതുപോലെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങൾ പ്രചാരണത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം. അതിനിടയിലും മുന്നണിക്കകത്ത് സീറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇത്രയും വലിയൊരു തോൽവിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമോ എന്നുള്ള അമ്പരപ്പാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിന് ഉള്ളത്. മുന്നണിയിലെ സംവാക്യങ്ങൾക്ക് തന്നെ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി വരാൻ പോകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ JDUവിന്റെ രാഷ്ട്രീയത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നതുകൂടി സൂചിപ്പിക്കുന്ന നിതീഷ് കുമാറിന്റെ നേതാവിന്, അതെ, അദ്ദേഹം ഇനിയും 9ാം തവണയാണ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്നത്. അദ്ദേഹം ആകും മുഖ്യമന്ത്രി എന്നുള്ളത് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ BJP അത് അംഗീകരിച്ചിട്ടുണ്ട്. BJP ആണെങ്കിൽ കൂടി JDUവിന്റെ നിതീഷ് കുമാർ ആയിരിക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ലാതെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. ദേശീയ നേതാക്കളടക്കം പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തിന്റെ ഘട്ടത്തിലടക്കം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇനി പട്നയിലേക്ക് വരുന്നത് നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്കാണ്. ബൽറാം, ഏതായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുന്നു. അതിനിടെ ശശി തരൂരിന്റെ ഒരു പ്രതികരണം അത് വിവാദമായി മാറിയിട്ടുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദി? അവരിൽ നിന്ന്, പ്രചാരണമൊക്കെ നയിച്ചവരിൽ നിന്ന് പ്രതികരണം വരട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ പണം നൽകിയതാണ് വിജയത്തിന് കാരണമായത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞില്ല എന്നുള്ള കോൺഗ്രസിന്റെ പ്രതികരണത്തിനും ശശി തരൂർ മറുപടി പറയുന്നുണ്ട്. അതൊക്കെ സാധാരണമായി നടക്കുന്നതാണ്, അത് തടയണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുകയാണ്. അതായത് ഈ സമയത്തും കോൺഗ്രസിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുന്ന ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം. ഏതായാലും നമ്മൾ കാത്തിരിക്കുന്നത് എന്താണ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നതാണ്. തീർച്ചയായും അനുജ, റീജിത്ത്, കോൺഗ്രസിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് തന്നെയാണ് കാത്തിരിക്കുന്നത്. അതിൽ പ്രതീക്ഷിക്കുന്നത് ഈ വോട്ട് ചോരി എന്ന ആരോപണത്തിൽ ഉന്നയിച്ചുകൊണ്ട് തന്നെ, അത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്നാണ്. എങ്കിൽ പോലും ഇത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും പരിശോധനയ്ക്ക് വിധേയമാകും എന്ന് ഉറപ്പാണ്. കാരണം അത്രത്തോളം വലിയ പരാജയം സംസ്ഥാനത്ത് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു. അതും നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. ഇന്ത്യ സഖ്യം തന്നെ രൂപപ്പെട്ട ഒരു സംസ്ഥാനമാണ് ബീഹാർ. അവിടെ തന്നെയാണ് ഇത്തരത്തിലൊരു സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന വിമർശനം ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ പരസ്യ വിമർശനം സഖ്യകക്ഷികൾ പലരും നടത്തിയിരുന്നില്ല ആ ഘട്ടത്തിലെങ്കിൽ നിലവിലിപ്പോൾ തികഞ്ഞ പരാജയം ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ ഇനിയുള്ള വിലയിരുത്തലുകളിൽ അത് തീർച്ചയായും ഈ കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ, കടുത്ത വിമർശനങ്ങൾ മുന്നണിക്കകത്തു നിന്നും ഉയരും എന്ന ഉറപ്പാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ ബീഹാറിൽ ഈ സീറ്റ് വിഭജന ഘട്ടത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ ഇവയെല്ലാം തന്നെ ഇനി വിലയിരുത്തപ്പെടും. കടുത്ത വിമർശനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ, അല്ലെങ്കിൽ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഉയരും എന്നും ഉറപ്പാണ്. പാർട്ടിക്കുള്ളിലും അത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരും എന്ന് തന്നെയാണ് ശശി തരൂരിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്തരം
നിരന്തരം ഉയരുന്ന ചോദ്യങ്ങൾക്ക് കോൺഗ്രസിലെ ഉന്നതർ തന്നെ മുതിർന്ന നേതാക്കൾ തന്നെ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകും. കാരണം AICC അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ പ്രചരണത്തിനായി സംസ്ഥാനത്ത് എത്തിയിരുന്നു. എന്നാൽ അത് മതിയായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിനിടയിലും മുന്നണിക്കുള്ളിലെ ചില പ്രശ്നങ്ങളും ചർച്ചയാകുന്നുണ്ട്. രാഹുൽ ഗാന്ധി പ്രചരണത്തിനെത്താൻ ഉദ്ദേശിച്ച പലയിടത്തും പ്രചരണത്തിന് പോകാൻ തേജസ്വി യാദവ് സമ്മതിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തിനുള്ളിൽ മറ്റ് പാർട്ടികൾ, സഖ്യകക്ഷികളായ മറ്റു പാർട്ടികൾ, അത് കോൺഗ്രസ്, ഇടത് പാർട്ടികളുടെയും ഒരു പരിധിയിൽ കൂടുതൽ വളരുന്നത് തേജസ്വിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന വിലയിരുത്തലുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രചരണം നടത്താൻ ഇരുന്ന പലയിടങ്ങളിലും അതിന് തേജസ്വി യാദവ് സമ്മതം നൽകിയിരുന്നില്ല. താൻ അവിടെ നേരത്തെ പ്രചരണം നടത്തിയതാണ് എന്നും താൻ പ്രചരണം നടത്താൻ നിശ്ചയിച്ചതാണ് എന്നുമുള്ള ന്യായീകരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. ഇത്തരത്തിൽ ബീഹാറിൽ ഒരു തിരിച്ചടി ഒരു പക്ഷേ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾക്ക് പിന്നാലെ മുന്നണി പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും ഇത്രത്തോളം വലിയൊരു തകർച്ചയുണ്ടാവുക എന്നുള്ളത് അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ സംസ്ഥാനത്ത് എന്നല്ല ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നേരത്തെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഖ്യം രൂപീകരിക്കപ്പെട്ടെങ്കിലും പിന്നീട് അത് പരസ്പരം അകരുകയും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ. അതിനുശേഷം പിന്നീട് ഈ വോട്ട് ചോരി ആരോപണങ്ങളോടെയാണ് വീണ്ടും ഒരു സഖ്യത്തിന്റെ കെട്ടുറപ്പ് വർദ്ധിക്കുകയും ബീഹാറിലേക്ക് ഒന്നിച്ച് നീങ്ങുകയും ചെയ്തത്. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്, കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണമൊന്നും ഇതിനോടകം പുറത്തു വന്നിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.